വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി എന്നുള്ളതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഹൈക്കോടതി നീക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അല്പസമയത്തിനും G-Suധാന വാർത്താ സമ്മേളനത്തിനുണ്ട് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുമ്പോഴാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ നീക്കി എന്നുള്ള വാർത്ത വരുന്നത്. ഹൈക്കോടതിയിൽ നിന്നാണ് നിർണായകമായ തീരുമാനമുണ്ടാവുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചെയ്യുന്നു. വിഷ്ണു, എന്താണ് സംഭവം? നിലവിൽ വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഉത്തരവ് നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹർജി നൽകിയത് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ സാനു മാസ്റ്ററും അതോടൊപ്പം തന്നെ സംരക്ഷണ സമിതി SNDP സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനും ചേർന്ന് നൽകിയ റിട്ട് പെറ്റീഷനാണ് ഹൈക്കോടതി പരിഗണിച്ചതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന് ഉത്തരവ് പുറത്തു വരുന്ന ഘട്ടത്തിൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ പുറത്തു വരുന്നത് അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടിയാണ്. അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിന്റെ വിധിന്യായം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ തിരിച്ചടി നേരിട്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം കോടതിയിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ അനധികൃതമായി SNDP യോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് അടക്കം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ കമ്പനി ആക്ടുകൾ പാലിക്കുന്നില്ല. ഒപ്പം പല ആളുകളെയും അനധികൃതമായി വോട്ട് ചെയ്യാൻ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി നൽകിയത്. ആ ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങൾ കുറെ നാളുകളായി നൽകിയിട്ടുള്ള ഹർജിയാണ്. അതിലിപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി ക്രിമിനൽ കേസിൽ പ്രതിയാണ്, അതുകൊണ്ട് പത്മഭൂഷൺ നൽകരുത് എന്ന മട്ടിൽ ശ്രീനാരായണ ധർമ്മ പ്രബോധന ട്രസ്റ്റ് ഒരു ഹർജി കൊടുത്തിരുന്നു. നമുക്ക് നേരത്തെ അറിയാവുന്ന ഹർജിയാണത്. അതല്ലാതെ ഈ ഹർജി എപ്പോൾ കൊടുത്തതാണ്, അതിന്റെ ഡെവലപ്മെന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കനത്ത ആഘാതത്തിലേക്ക് വഴിവെച്ചത് എന്താണ് വിഷ്ണു? ആ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ, അതായത് ഈ SNDP സംരക്ഷണ സമിതിയുടെ മുൻനിര പോരാളിയാണ് അദ്ദേഹം. സാനു മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ആ സമിതിയിൽ ഉണ്ടായിരുന്നു. അവരാണ് ഈ SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ അതിൽ ചില അനധികൃതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ ഹർജി നൽകിയിട്ടുള്ളത്. ആ ഹർജിയിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ എന്താണ് അതിലേക്ക് നയിച്ചത്, കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാര്യം എന്ത് എന്ന ഇതിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്. സ്വാഭാവികമായും ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവായിരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അത് ഡിവിഷൻ ബെഞ്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അപ്പീലിലേക്ക് പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. തുടർ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ നിയമപരമായ വെള്ളാപ്പള്ളിയുണ്ട്. പക്ഷേ ഏറെ വർഷങ്ങളായി, ദീർഘനാളായി എതിർപക്ഷമൊക്കെ പലയാവർത്തും നോക്കിയിട്ടും ഏതെങ്കിലും തരത്തിൽ വഴങ്ങാതെ ആ സ്ഥാനത്ത് തുടരുന്ന വെള്ളാപ്പള്ളി നടേശന് അവിടെ നിന്നുള്ള ഇറക്കം, വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകൂ എന്നാണ് ഹൈക്കോടതി പറയുന്നത്. സിംഗിൾ ബെഞ്ചിന് ഉത്തരവാണെങ്കിൽ കൂടിയും പ്രത്യേകിച്ച് ഈ സമയത്ത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം പിണറായി സർക്കാരിന്റെ കൂടെ നിൽക്കുന്ന, രാഷ്ട്രീയമായി കൂടെ നിൽക്കുന്ന കാഴ്ച, പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത ഭാഷയിലുള്ള എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരു നേതാവ് പറഞ്ഞുകൂടാത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതിനിടയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊന്നും വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കുന്ന ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.